അളഗപ്പ FC-യുടെ കിക്കോടുകൂടി മത്സരത്തിന് തുടക്കമാകുന്നു. വൺസ് അഗൈൻ വെൽക്കമിംഗ് വൺ ആൻഡ് ഓൾ ടു ദിസ് എക്സലന്റ് ആൻഡ് എക്സൈറ്റിംഗ് ഗെയിം. കമന്ററി ബോക്സിൽ ഞാൻ ശ്രീനാഥ് മത്തുകുമാർ. പുതുമുഖ ക്ലബ്ബാണ് അളഗപ്പ. ഒരു കോർണർ കിക്കിലേക്ക് വരുന്നു, നേരെ ഫസ്റ്റ് പോസ്റ്റിലേക്കാണ് നല്ല ഒന്നാം തരം ഒരു കോർണർ വരുന്നത്. ആൻഡ് എക്സലന്റ് അറ്റംപ്റ്റ്. അവിടെ മനോഹരമായ ഒരു കോർണർ കൃത്യമായി വലക്കകത്തേക്ക് തിരിച്ചു വിട്ടുകൊണ്ട് ഗോകുലം കേരള FC മത്സരത്തിന്റെ 4ാമത് മിനിറ്റിൽ തന്നെ മുന്നിലേക്ക് എത്തുന്ന കാഴ്ച. ബ്യൂട്ടിഫുൾ കോർണർ. അവിടെ ഫസ്റ്റ് പോസ്റ്റിലേക്ക് തന്നെയാണ് ആ കോർണർ ദുർഗ എടുത്തു വിടുന്നത്. അത് കൃത്യമായി മനോഹരമായി എടുത്തു. ഗോൾ കീപ്പറുടെ ചെറിയൊരു പിഴവുണ്ട് അവിടെ. ജിജന എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പറാണ്, പക്ഷെ അദ്ദേഹത്തെ ഷഹാനെ കൃത്യമായി ഡിസ്പോസസ് ചെയ്തുകൊണ്ട് ആരതിയുടെ ക്ലിയറൻസ് ഫോർവേഡ് ലൈനിലേക്ക്. വീണ്ടും ഹർഷിക, ബാക്ക് ടു ഹർഷിക വൺസ് അഗൈൻ. ത്രൂ ബോളിനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഹർമിലൻ കൗർ ഈസ് വെയിറ്റിംഗ്. ഹർമിലന്റെ നല്ല ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റ് അവിടെ പെനാൽറ്റി ഏരിയയിലേക്ക് കടന്നു കയറുന്നു. ഫസ്റ്റ് പോസ്റ്റിലേക്ക് തന്നെ ഷോട്ട് വരുന്നു. ആൻഡ് ഗോകുലം കേരള FC വിത്ത് ദെയർ സെക്കൻഡ് ഗോൾ ഓഫ് ദി മാച്ച്. മത്സരത്തിലെ 2ാമത് ഗോളിലേക്കാണ് വീണ്ടും ഹർമിലൻ കൗർ എത്തുന്നത്. അവിടെ ഹർഷികയാണ് ആ പന്ത് മുന്നിലേക്ക് വെച്ച് നീട്ടിയത്. ആൻഡ് വെരി ബ്യൂട്ടിഫുൾ അറ്റംപ്റ്റ്. മിനിറ്റ് 35 ആൻഡ് ഹർമിലൻ കൗർ സ്കോറിംഗ് ദെയർ സെക്കൻഡ് ഗോൾ. മനോഹരമായ രീതിയിൽ ആ ഒരു ഡിഫൻസിനെ കൃത്യമായി സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ റൺ അദ്ദേഹം പൂർത്തിയാക്കിയത്. ആൻഡ് ഹാഫ് സ്പേസിൽ നിന്ന് കുറച്ചുകൂടി ഫ്ലാങ്ക് ബേസ് ചെയ്ത് നല്ല റണ്ണുകളാണ് കറന്റ്ലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഗോകുലം കേരള. ഹാഫ് സ്പേസസിലുള്ള ബോൾ മൂവ്മെന്റ് ഇപ്പൊ താരതമ്യേന കുറച്ചൊന്ന് കുറഞ്ഞിരിക്കുന്നു. സെൻട്രൽ റീജിയനിലേക്ക് വീണ്ടും കടന്നു കയറുന്നു. വീണ്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആൻഡ് വീണ്ടും മനോഹരമായ ഒരു ഗോൾ. ഹർഷിക സ്കോറിംഗ് ബുക്കിലേക്ക്, ആ ഒരു സ്കോർ ഷീറ്റിലേക്ക് അവരുടെ പേര് കൂടി എഴുതി ചേർക്കുന്നു 41ാമത് മിനിറ്റിൽ. ഫോർവേഡ് ലൈനിലുള്ള സെൻട്രൽ ഫോർവേഡ്സ് ആയ 2 താരങ്ങളും ഓൾറെഡി ഗോൾ സ്കോർ ചെയ്തു കഴിഞ്ഞു. ഇത്തവണ ഹർമിലൻ കൗർ അസിസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഹർമിലന്റെ അസിസ്റ്റിൽ ഹർഷിക ഗോൾ നേടുന്നു. കഴിഞ്ഞ ഗോൾ നമ്മൾ കണ്ടതാണ്. ഹർഷികയുടെ റൈറ്റ് നോ ബോൾ. ജസ്റ്റ് ഒന്ന് തലകൊണ്ട് മറിച്ച് ഗോൾ കീപ്പറിലേക്ക് എത്തിക്കുന്നു. ആൻഡ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി. അവിടെ ഗോൾ കീപ്പറും അതുപോലെ തന്നെ ഡിഫൻസീവ് ലൈനും തമ്മിലുള്ള വലിയൊരു മിസ്കമ്മ്യൂണിക്കേഷൻ അത് കൃത്യമായി മുതലെടുത്തുകൊണ്ട് ഗോകുലം കേരള FC-ക്കെതിരെ അളഗപ്പ അവരുടെ ആദ്യ ഗോൾ സ്കോർ ചെയ്യുന്നു ഈ മത്സരത്തിലെ. അഞ്ജന നകുലൻ സ്കോറിംഗ് ദെയർ ഫസ്റ്റ് ഗോൾ. ഈ ഒരു മത്സരത്തിലെ ആദ്യ ഗോൾ വരുന്നത് അവിടെ തലകൊണ്ട് ദുർഗ ഗോൾ കീപ്പറിലേക്ക് മറിച്ച് നൽകിയ ഒരു പന്താണ്. പക്ഷെ ഗോൾ കീപ്പർക്ക് അത് കൃത്യമായി കൈപ്പിടിയിലേക്ക് ഒതുക്കാൻ കഴിയുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ഒന്ന് വീണു പോകുന്നു. ആൻഡ് ആ ഒരു ഓപ്പർച്യൂണിറ്റി കൃത്യമായി തക്കം പാർത്ത് നിന്ന് കാത്തിരുന്ന് മുതലാക്കിയ അഞ്ജന. പോകാനുള്ള ശ്രമം, ഇന്റർസെപ്ഷൻ. അളഗപ്പ ഓവർഹെഡ് ഡെലിവറിയാണ്. ഗോൾ കീപ്പർ നേരെ മുന്നിലേക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നു. വീണ്ടും അവിടെ ആ കിട്ടിയ ഓപ്പർച്യൂണിറ്റി വീണ്ടും യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് അളഗപ്പ ഗോൾ സ്കോർ ചെയ്യുന്നത് എന്ന് കാണുക. ഗോകുലം കേരളയുടെ ഡിഫൻസീവ് ലൈൻ അത്രത്തോളം ക്ലംസിയായി ഈ ഒരു അവസരത്തിൽ കാണപ്പെടുന്നു. വീണ്ടും അവരുടെ ജസ്റ്റിന ബച്ചൻ നീലാംബരിയാണ് മത്സരത്തിന്റെ 53ാമത് മിനിറ്റിൽ ആ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നത്. അഞ്ജിത ഷുഡന്റ് ഹാവ് ഡൺ ദാറ്റ്. അഞ്ജിതയും അതുപോലെ തന്നെ ഡിഫൻസീവ് ലൈനിൽ ഉണ്ടായിരുന്ന താരവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വലിയ രീതിയിൽ തന്നെ അവർക്ക് ബുദ്ധിമുട്ടായി മാറുന്നു. വീണ്ടും നീലാംബരി സ്കോർ ഷീറ്റിലേക്ക് ഇടം പിടിക്കുന്നു. ഗോകുലം കേരള FC 3 ഗോളുകൾ സ്കോർ ചെയ്തപ്പോൾ നേരെ മറുപുറത്ത് 2 ഗോളുകളുമായി കളം നിറയുകയാണ് എന്തായാലും അളഗപ്പ. അതും ഗോകുലം കേരളയുടെ കൃത്യമായ മിസ്റ്റേക്കുകൾ കൈപ്പിടിയിലേക്ക് എടുത്തു. അഞ്ജന നകുലൻ മത്സരത്തിൽ ഒരു ഗോൾ സ്കോർ ചെയ്തത് അഞ്ജനയാണ്. അഞ്ജനയിൽ നിന്ന് ത്രൂ പാസ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് റൈറ്റ് നൗ. നല്ലൊരു റൺ അവിടെ നടത്താനും നല്ലൊരു ഷോട്ട് എടുക്കാനാ. എക്സലന്റ് ഷോട്ട്. ആൻഡ് കടത്തനാട് രാജ ഫുട്ബോൾ അക്കാദമിയുടെ ഒരുപാട് താരങ്ങളെയുമായി കളിക്കളത്തിലേക്ക് വന്ന അളഗപ്പ FC-യുടെ ഏറ്റവും മനോഹരമായ ഒരു റിക്കവറി ആൻഡ് മനോഹരമായ ഒരു പ്രകടനം. വീണ്ടും ഈ മത്സരത്തിലെ അടുത്ത ഗോൾ കണ്ടെത്തുന്നത് ജസ്റ്റിന ബച്ചൻ നീലാംബരിയാണ് എന്ന് കാണാം. 69ാമത് മിനിറ്റിൽ ശേഷം ഏറ്റവും മികച്ച തിരിച്ചുവരവാണ് അവിടെ ഗോകുലം കേരള FC-ക്കെതിരെ അളഗപ്പ നടത്തിയത്. 1ാം പകുതിയുടെ അവസാന മൊമെന്റുകളിലും 2ാം പകുതിയിൽ 2 ഗോളുകളും 53ാം മിനിറ്റിലും 69ാമത് മിനിറ്റിലും മികച്ച 2 ഗോളുകൾ നമ്മൾ കണ്ടു അളഗപ്പയുടെ ഭാഗത്തു നിന്നും. ഫഹദ് യൂസഫ് അദ്ദേഹം വീണ്ടും ഒരു റെഡ് കാർഡ് പുറത്തെടുക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. പോസിബിൾ ചാൻസ് ഇവിടെ വീണ് കിട്ടും. നല്ലൊരു ഡെലിവറി ഇൻ ടു ദ പെനാൽറ്റി ഏരിയ, നല്ലൊരു അറ്റംപ്റ്റ്. പക്ഷെ വലിയ വ്യത്യാസത്തിൽ ആ പന്ത്
ഫ്രെയിമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. സോ അതോടുകൂടി തന്നെ ഓൾമോസ്റ്റ് ഈ ഒരു മത്സരത്തിന്റെ ആവേശം, മത്സരത്തിന്റെ ആക്ഷൻസ് തീരാനാവുന്നു, അവസാനത്തോടടുക്കുന്നു. ചെറിയൊരു ടച്ചോട് കൂടി തന്നെയാണ് വീണ്ടും മത്സരം ആരംഭിക്കുന്നത്. ആൻഡ് റഫറി ഫഹദ് യൂസഫിന്റെ വിസിലിൽ നിന്നും ഈ മത്സരത്തിന്റെ ഫൈനൽ വിസിൽ വരുന്നു. ആ ആഘോഷം കാണുക. 3 ഗോളിന് പിന്നിട്ട് നിന്നതിന് ശേഷമുള്ള ആ തിരിച്ചുവരവ്, അവരുടെ ഓരോരുത്തരുടെയും ആ ഒരു ആഹ്ലാദ പ്രകടനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. റെസിലിയൻസ് കപ്പാസിറ്റി